നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ഉപദേശിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. ഇതേ സുഹൃത്ത് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു നല്ല കാലം വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും പറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തങ്ങൾക്ക് എന്തോ അതീന്ദ്രിയമായ സിദ്ധികളുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. അത്തരം ഒരു സൂപ്പർ പവർ, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ പവർ തങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. സാർ ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലും പാരാസൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലും ധാരാളം പേർ സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവുമല്ലോ. ഈ സൂപ്പർ പവർ എന്ന് സോഹൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് തരത്തിലാകാം. ചിലര് അവരുടെ ഒരു ലോജിക്കൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് തനിക്കിങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ മുൻകൂട്ടി കണക്ക് കൂട്ടി എന്നുള്ള അർത്ഥത്തിൽ ചിലർ പറയാറുണ്ട്. തനിക്കിങ്ങനെ വരുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഒരു ഇൻഡ്യൂഷൻ പോലെ, അതായത് നിങ്ങൾ ഇങ്ങനെ കുറെ ദുഷ്കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ അറിവിൽ വന്നു, അതുകൊണ്ട് എൻ്റെ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ സംഭവിക്കും. അത് ഒരു കുറച്ചുകൂടെ ഒരു ഇൻഡ്യൂട്ടീവ് ലെവലിൽ, അത് പോസിറ്റീവായിട്ടും ആകാം. ഇപ്പൊ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല ഫലം കിട്ടും എന്ന് നേരത്തെ എനിക്ക് തോന്നി. അതൊരു ഇൻഡ്യൂട്ടീവ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു സിദ്ധി എന്നുള്ള നിലയ്ക്ക്, അതായത് ഒരു ESP ഉണ്ട് എന്ന് ഭാവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്ത് നടന്നാലും ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും നേരത്തെ തോന്നും, അങ്ങനെ വീരവാദം പറയുന്ന ആളുകളും ഉണ്ട്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇതിൽ നമ്മൾ ഈ ബുദ്ധിയിൽ നിന്ന് പറയുന്നവരുടെ അത് നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല. അത് ഒരു ലോജിക്കലി പലർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഓൾ ദീസ് തിങ്സ് എന്നുള്ള രീതിയിൽ പറയുന്ന നിങ്ങളുടെ സർഗാത്മകത ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ വലിയൊരു ഫിലിം ഡയറക്ടറായിട്ട് വരും, നിങ്ങൾ അവാർഡ് വാങ്ങിക്കും. അറിയാമായിരുന്നു. നമ്മളിപ്പോ പറയുന്നത് ഒരു രീതിയിൽ ഈ ഇൻഡ്യൂഷനോ അല്ലെങ്കിൽ സിദ്ധിയോ ഇത് ജെന്യുവിൻ ആയിട്ട് ഈ മനുഷ്യന് ഉണ്ടായതാകണമെന്നില്ല. അയാൾ പക്ഷെ സ്വയം കരുതുന്നു, എനിക്ക് ഒരുപാട് സിദ്ധികളുണ്ട്, എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകും, ഇവിടെ ഒരു ട്രഷറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ട്രഷർ അന്വേഷിച്ചു പോയാൽ അവിടെ ഒരു ട്രഷർ ഉണ്ടാവില്ല. പക്ഷെ ഇയാൾ പറയുന്ന ഒരു രീതി വെച്ചിട്ട് ഈ ഒരു കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ് എന്ന് പലപ്പോഴും ഒരു തോന്നലുണ്ടാവും. അത്തരം ആൾക്കാരെ കുറിച്ചാണ് ഈ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സിദ്ധിയുള്ള ആൾക്കാർ പലപ്പോഴും അത് പ്രകടിപ്പിക്കില്ല, അല്ലെ? ഞാൻ ഈ പ്രകടന പരതയുള്ള ആൾക്കാരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് പലപ്പോഴും ഒരു ബിസിനസ് തന്ത്രമാണ്. ഇപ്പൊ നിങ്ങളൊരു മന്ത്രവാദി, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്തു മതത്തിലാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവര് വീട്ടില് വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവരിങ്ങനെയൊക്കെ പറയും, ഇവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സ്പിരിറ്റ്സിന്റെ പ്രവർത്തനമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തതാണ്, അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥന നടത്തണം, അല്ലെങ്കിൽ മന്ത്രവാദം നടത്തണം എന്നൊക്കെ പറയും. പിന്നെ അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ നാഗത്തിന്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദുഷ്ടശക്തിയുടെ പ്രസൻസ് ഉണ്ട് എന്നൊക്കെ പറയും. അത് അവർ പറയുന്ന കർമ്മങ്ങളെ ചെയ്യിക്കണം, അതിന് അവർക്ക് പൈസ കൊടുക്കണം. ഇതൊരു ബിസിനസ് തന്ത്രമാണ്. സാർ പറഞ്ഞത് 100% സത്യമാണ്. അത്തരത്തിലുള്ള അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റി ഈ ഒറ്റ സിദ്ധിയുണ്ട് എന്നുള്ള നാട്യത്തിലൂടെ മാത്രം ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിൽ പലരും അതിന്റെ പിടിയിൽ പെട്ടുപോകാറുണ്ട്. പക്ഷെ അതല്ലാതെ ഈ സിദ്ധിയുണ്ട് എന്ന വിശ്വാസത്തിന്റെ പിടിയിൽ ട്രാപ്റ്റായി പോകുന്ന ആൾക്കാരില്ലേ, യഥാർത്ഥത്തിൽ ഇയാൾക്കൊരു സിദ്ധിയൊന്നും ഉണ്ടാവണമെന്നില്ല,
പക്ഷെ ഇയാൾ ഇങ്ങനെ വളരെ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് ഈ സിദ്ധിയുണ്ട്. അയാൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും അങ്ങനെ ഒരു സിദ്ധിയുള്ള മനുഷ്യനായിരിക്കും അയാൾ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വളരെ സാധാരണ ഒരു മനുഷ്യനായിരിക്കാം, പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സ്ട്രാ പവറോ ഈ പറഞ്ഞ ESP ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം. അല്ല, അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. ഉം. ഉദാഹരണമായിട്ട് ഹിപ്നോസിസ്. ഒരിക്കൽ ഒരു പയ്യൻ എന്നെ കാണാൻ വന്നു. തീരെ പ്രായം വളരെ കുറവാണ്. അയാൾ പറയുന്നത് ഞാൻ ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഹിപ്നോട്ടിസം പഠിച്ചത്? അപ്പോൾ യൂട്യൂബ് നോക്കിയാണ് ഞാൻ പഠിച്ചത്. ഇത് നടക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടിയെ വിളിച്ചിരുത്തി ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ അവൾ ഹിപ്നോട്ടൈസ്ഡ് ആയി. അപ്പൊ എനിക്ക് ഈ സിദ്ധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഒരുപാട് പേരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഒരു കണ്ണിന്റെ പവർ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ, ഇത് നിങ്ങളുടെ കണ്ണിന്റെ പവറൊന്നുമല്ല, ഇത് സംസൂചനം കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. എന്താണ് സാർ? സജഷൻ. മലയാളത്തില് സാധാരണ ഇപ്പൊ സംസൂചനം എന്നാണ് പറയുന്നത്. അതൊരു പുതിയ വേർഡാണ്, സംസൂചനം. പണ്ട് പ്രത്യായനം എന്നൊക്കെ പറഞ്ഞു. പ്രത്യായനം. ഓക്കെ. സംസൂചനം. അതുപോലെ തന്നെ ഒരു ഇല്ലത്തിൽ പണ്ട് ഞാൻ പോയപ്പോ അവിടെ ഒരു നമ്പൂതിരി എന്നോട് പറഞ്ഞു, ഈ വീട്ടിലുള്ള എല്ലാവർക്കും സിദ്ധിയുണ്ട്, എനിക്കും സിദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ തിരുമേനിക്ക് മനസ്സിലായി? അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ബാധയൊക്കെ ഒഴിയുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും കുട്ടിച്ചാത്തന് ഉപദ്രവം ഉണ്ടെങ്കിൽ ഞാനൊരു ഓലയിൽ എഴുതി കൊടുക്കും, ഈ വീട്ടിൽ ഇനി ശല്യം ചെയ്യരുതെന്ന്. ഇവര് ഓല വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഉത്തരത്തിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഈ ശല്യം തീരും. അപ്പൊ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഒന്നും ചെയ്തില്ലെങ്കിലും ഈ കുട്ടിച്ചാത്തൻ ബാധ 2-3 ദിവസം കൊണ്ട് മാറും. ഇത് ഒരാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുന്ന വളരെ അപൂർവമാണ്. അപ്പൊ തിരുമേനിയുടെ ഓല ഇല്ലെങ്കിലും ഇത് മാറും. അപ്പൊ തിരുമേനിയുടെ ഓല കൊണ്ടാണ് ഇത് മാറുന്നതെന്ന് എങ്ങനെ അറിയാം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഷകളൊക്കെ ഒഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭാഷ എന്ന് പറയുന്നത് കൂടുതലും ഹിസ്റ്റീരിയ ആണ്. അതും തിരുമേനി വലിയ മന്ത്രവാദ കുടുംബമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഭാഷയുള്ള കൊണ്ടുവരുമ്പോ തിരുമേനി എന്ത് ചെയ്താലും മതി, വെള്ളം തെളിക്കുകയോ എന്തെങ്കിലും മന്ത്രം പറയുകയോ, അതൊക്കെ ഒരു സംസൂചനമായിട്ട് വർക്ക് ചെയ്ത്, അല്ലെങ്കിലും ഈ ഹിസ്റ്റീരിക് ആയിട്ടുള്ള സിംറ്റംസ് അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തിരുമേനിക്ക് സിദ്ധി ഉണ്ടെന്നുള്ളതിന് ഇത് തെളിവ് എങ്ങനെയാവും എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇവർക്ക് രൂഢമൂലമായ ഒരു വിശ്വാസമുണ്ട് അവർക്ക് സിദ്ധി ഉണ്ടെന്ന്. അത് ഇവര് പറയുമ്പോ അസുഖം മാറുന്നു, അല്ലെങ്കിൽ സിംറ്റം മാറുന്നു. ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അവര് വെറുതെ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അവരങ്ങനെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കും. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ? ഇത് ഞാൻ ഈ പറഞ്ഞ കേസൊന്നും ഡിസോർഡർ അല്ല, പക്ഷെ ഡിസോർഡർ ആയിട്ടുള്ളതുകൊണ്ട് ഈ സൈക്കോസിസ് അടിച്ച് ഈ ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ ദൈവത്തെ കണ്ടെന്ന് വരാം. പിന്നെ അവർക്കൊരു ഡെല്യൂഷൻ ഉണ്ടാകും, ഞാൻ വലിയ സിദ്ധനാണെന്ന്. അങ്ങനെ ഒരു ടൈപ്പും ഉണ്ട്. വേറെ ഒരു കാര്യമുള്ളത്, ഈ നമ്മൾ വെറുതെ ഫലം പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കുറെ എണ്ണം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ശരിയാകും. അത് വെറും കോയിൻസിഡൻസ് അല്ല. ഈ നമ്മൾ ഇങ്ങനെ ഫലം പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളും നമ്മളും തമ്മിലുള്ള ഇന്ററാക്ഷനിൽ കൂടെ ചിലപ്പോൾ ESP വർക്ക് ചെയ്യും. ഒരിക്കലും ഗസ് ചെയ്യാൻ നോക്കാത്ത കാര്യങ്ങൾ നമ്മളിൽ കൂടെ വന്നെന്ന് വരാം. അത് നമ്മുടെ കഴിവല്ല, വാസ്തവത്തിലെ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ഇത് പറയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു വിചാരം ഉണ്ടാവും, എനിക്കൊരു അപൂർവ സിദ്ധി ഉണ്ടെന്ന്. ഇത് എപ്പോഴും സംഭവിക്കണമെന്നില്ല, വല്ലപ്പോഴും ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഇയാൾക്ക് അത് മതി, ഇയാൾക്കൊരു ഡെല്യൂസറി ബിലീഫ് ഉണ്ടാവും, ഞാനൊരു ദിവ്യനാണ്, അല്ലെങ്കിൽ എനിക്ക് സിദ്ധി ഉണ്ടെന്ന്. ഇതിപ്പോ ആര് ഫലം പറഞ്ഞാലും ഇത് ചിലപ്പോൾ സംഭവിക്കും. സർ, ഇത്തരക്കാരുടെ ഒരു സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കും? അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? അത് ഏത് തരക്കാരുടെയാണ്? തങ്ങൾ ഒരു ദിവ്യനാണ്, എനിക്ക് ഇങ്ങനെ അതീന്ദ്രിയമായ ഒരുപാട് സിദ്ധികളുണ്ട് എന്ന് സ്വയം തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാർ. അവർക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കുമോ?
ഇത് ഒരുപാട് തരത്തിലുണ്ട്. ഇത് ഏറ്റവും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു ക്യാരക്ടറുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു ഒരിടത്തൊരു വലിയ സിദ്ധനുണ്ട്, എന്നെ കൊണ്ടുപോയി കാണിക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ ഇയാള് മുഴുവൻ സൈക്കോട്ടിക് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അയാളുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചപ്പോ ഇയാൾ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതാണ്, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അയാള് നാട്ടുകാരെല്ലാം അങ്ങോട്ട് ദൈവമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇയാള് സ്വയം വിശ്വസിക്കുന്നു ഇയാള് ദിവ്യനാണെന്ന്, ഇയാൾക്ക് സിദ്ധികളുണ്ടെന്ന്. അപ്പൊ ഇയാളുടെ ഈ ഹാലൂസിനേഷൻസ് ഒക്കെ കുറച്ച് മതപരമായിട്ടുള്ള ഓവർടോൺസ് ഉള്ളതാണ്. അപ്പൊ ഇയാളുടെ വീട്ടുകാർക്ക് അറിയാം ഇത് ശരിക്ക് ഭ്രാന്താണ്, അതുകൊണ്ടാണ് അവർ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇടയ്ക്കിടയ്ക്ക് ഇയാളെ വയലുണ്ടാവും. പക്ഷേ ദൂരെ നിന്ന് കാണുന്ന ഒരാള് ഇയാള് ദിവ്യനാണെന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനെ എക്സ്ട്രീം കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ വേണമെന്നില്ല. ഇത് പല ലെവലിലുണ്ട്. ചിലര് വേറെ കുഴപ്പമൊന്നും കാണത്തില്ല, അവർക്ക് വെറുതെ ഞാനൊരു ദിവ്യനാണെന്നൊരു ചിന്ത വരും എന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഇങ്ങനെ അവരുടെ കാല് ആളുകൾ തൊട്ട് വീഴണം, അവരെ ദിവ്യനായിട്ട് അംഗീകരിക്കണം, അവരുടെ ഇന്ന് പ്രസാദം വാങ്ങിച്ച് കഴിക്കണം, ഇങ്ങനെയൊക്കെ താല്പര്യമുണ്ട്. അവർ വേണമെങ്കിൽ അവരുടെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവർക്കെല്ലാം സദ്യ കൊടുക്കും ഫ്രീ ആയിട്ട്. അങ്ങനെ ഒരു ടൈപ്പുണ്ട്. അവർക്ക് വല്ലപ്പോഴും കൂടെ ഒരു ഇൻഡ്യൂഷൻ വല്ലതും കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് മതി അവർ സ്വയം വിശ്വസിക്കാൻ ഞാനൊരു ദിവ്യനാണ്. ഈ താങ്ങാനാകാത്ത സ്ട്രെസ് ഈ പലരെയും ഇത്തരം ദിവ്യത്വമുള്ള ആളാണ് തങ്ങൾ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അവരെ നയിക്കാറുണ്ടോ? അത് സൈക്കോട്രിക് ലെവലിൽ പോകണമെന്നില്ല. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം. അതിന്റെ ഒരു കോമ്പൻസേഷനായിട്ട് ഞാൻ ദിവ്യനാണ് എന്ന് സ്വയം ഒരു തീരുമാനം എടുക്കുകയും. അപ്പൊ ഇവരെല്ലാം ചില പുസ്തകങ്ങളൊക്കെ വായിച്ച്, ബൈബിളോ ഭഗവത്ഗീതയൊക്കെ വായിച്ച് പ്രഭാഷണങ്ങളും നടത്തിയെന്നും വരാം. അപ്പൊ ഇത് കേൾക്കാനായിട്ട് ആളുകളും ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഉള്ളത് ഒരു ചെറിയ മെഗാലോമേനിയ, അല്ലെങ്കിൽ ഇവർക്ക് അടിസ്ഥാനമായിട്ടൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതിന്റെ ഒരു കോമ്പൻസേറ്ററി ഒരു മെഗാലോമേനിയയും അവർക്ക് കയറിയെന്ന് വരാം. ഇതൊന്നും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളായിട്ട് കാണണമെന്നില്ല. നമുക്കൊക്കെ അപകർഷബോധം ഉണ്ടായിരിക്കാം, നമുക്കൊക്കെ കുറെ കോമ്പൻസേറ്ററി ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടായിരിക്കാം. ഇതൊന്നും മാനസിക രോഗം എന്നുള്ള ലെവലിൽ പോകുന്നില്ല. അത് ഈ അപകർഷതാബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് നേടാൻ വേണ്ടി ഇതിനൊരു ഉപാധിയാക്കി മാറ്റുന്ന ആൾക്കാരും ഉണ്ട്. അതെ. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു സ്വാമിയെ ഓർമ്മ വരുന്നു. ഇദ്ദേഹത്തിന്റെ കാലിൽ വാരിക്കോസ് വെയിൻസ് ഉണ്ട്. സ്വാമിയുടെ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഈ മുണ്ടു മാറ്റി വാരിക്കോസ് വെയിൻസ് കാണിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കുണ്ടലിനി കയറിപ്പോയതാണ്. അപ്പോ ഇങ്ങനെ വരെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഈ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറയുന്നവരോട് ഇവർക്ക് വെറുപ്പായിരിക്കും അല്ലെ? അവരെ ഇവര് അകറ്റുമെന്ന് തോന്നുന്നല്ലേ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെയുള്ളവരെ കണ്ടാല് നിങ്ങൾക്ക് അപകർഷബോധമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരമൊന്നും ഇല്ല എന്നൊന്നും പറയാറില്ല. നിങ്ങൾ ദിവ്യൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടെങ്കിൽ പോരും, അല്ലെങ്കിൽ ഒന്നും പറയാതെ എങ്കിൽ പോരും. ഇപ്പൊ നമ്മള് അവിടെ പോയി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. സാർ, ഇങ്ങനെ പലർക്കും ഇതുണ്ടാകുന്നതിന് നമ്മുടെ സിനിമകളുടെയൊക്കെ ഒരു സ്വാധീനവും ഉണ്ടാവുമല്ലോ. സിനിമയിലാണല്ലോ പലപ്പോഴും നമ്മൾ ഈ ദിവ്യന്മാരുടെയും ഈ സിദ്ധന്മാരുടെയൊക്കെ റെഫറൻസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പലപ്പോഴും പല സിനിമകളും നമ്മൾ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് അനുകരിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാകാമോ ഇത്? അതെ, തീർച്ചയായിട്ടും. സിനിമ കണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പഠിക്കുന്നത്. അത് ഇതുപോലെ ചൂഷണം നടത്തുന്നവരുടെ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ സിനിമയിൽ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നവരുണ്ടാകാം. പിന്നെ ഈ ആളുകൾക്ക് ഇതിനൊരു നീഡുമുണ്ട്. ഇപ്പൊ എന്നോട് ഇതുപോലെ ഒരു ദിവ്യൻ തന്നെ പറഞ്ഞത്, ഈ ഒരുപാട് സ്ത്രീകൾക്ക് വീട്ടിന് വെളിയിൽ പോകാൻ അനുവാദമില്ല. പക്ഷെ
മതപരമായ ഒരു സ്ഥലത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വേണ്ടെന്ന് പറയില്ല. ഇപ്പൊ ഗീതാ പ്രഭാഷണം കേൾക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പെന്തിക്കോസ്ത് പ്രാർത്ഥന പങ്കെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ ശരി പൊയ്ക്കോളാൻ പറയും. അപ്പൊ ഈ ഒരു മധ്യ വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു ഔട്ടിങ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഔട്ടിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു. ഇങ്ങനെയൊക്കെയാണ് ആള് വന്ന് കൂടുന്നത്. കുറെ പേര് വന്നു കഴിയുമ്പോൾ പിന്നെ അതിന് പേരായി, പ്രശസ്തിയായി, പിന്നെ രോഗശാന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ആൾത്തിക്കലാണ്. പിന്നെ കുറെ പേരുടെ അസുഖമൊക്കെ മാറിയെന്നും വരും. അത് ഗ്രൂപ്പ് എഫക്റ്റ് കൊണ്ടോ അവരുടെ വിശ്വാസം കൊണ്ടോ ഒക്കെ ആരുടെയെങ്കിലും ഒക്കെ തലവേദനയോ ചൊറിയോ ഒക്കെ മാറിയെന്നും വരും. ഇപ്പൊ പിന്നെ അത് കൂടുതൽ പ്രശസ്തിയായി. ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാനും ഇപ്പോഴാണ് ഓർക്കുന്നത്, നമ്മുടെ സുഹൃത്ത് ജഹാംഗീർ ഷംസ് ഉണ്ടല്ലോ, ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഈ കാവ്യ മാധവൻ നായികയായിട്ട് അഭിനയിച്ച പ്രിയനന്ദൻ ഡയറക്ട് ചെയ്ത ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ഇതേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്ത്രീ മദ്യപാനിയായിട്ടുള്ള ഭർത്താവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം സിദ്ധികളുണ്ട് എന്ന് അഭിനയിക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തുന്നത് അതിന്റെ ഒരു കഥ. പിന്നെ ഈ മദ്യപാനവും മറ്റും മാറാനായിട്ട് പലരും ഇത് സഹായിക്കുന്നുണ്ട്. അത് ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഈ ഒരു യോഗി വേഷത്തിൽ ഇരിക്കുന്ന ആൾ തന്നെ തട്ടിപ്പുകാരനായിരിക്കും, പക്ഷേ അതിൽ വിശ്വസിച്ച് പോയി ചിലപ്പോൾ മദ്യപാനമൊക്കെ മാറിയെന്ന് വരാം. ഒരാള് മദ്യപാനി അവിടെ ചെല്ലുകയും ഇയാളിൽ ശക്തമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ക്രൂഡ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. കാരണം ഇയാൾക്ക് ആശ്രയിക്കാൻ ഒരു സ്ഥലം കിട്ടി. അപ്പൊ ഇയാള് കള്ള് ഷാപ്പിൽ പോകുന്നതിന് പകരം ഈ ഗീതാ പ്രഭാഷണം കേൾക്കാൻ പോകുന്നു. അപ്പോ അത്രയും സമയം പോയി കിട്ടി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മദ്യപാനമൊക്കെ മാറിയെന്ന് വരാം. അത് തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് വരെ ഇയാൾക്കത് ഓർക്കാതെ. അതെ അതെ, അങ്ങനെ ഒരു കേസ് എനിക്കറിയാം. ഈ ഒരാള് തട്ടിപ്പാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പക്ഷെ വളരെ ബുദ്ധിയുള്ള ഒരാള് ഇയാളുടെ ശിഷ്യനായിട്ട് നടക്കുന്നു. അപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ഒരു തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, പക്ഷെ അയാള് കാരണമാണ് എന്റെ മദ്യപാനം മാറിയത്. അതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പോയി കുടിക്കും. അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ നിൽക്കുകയാണ്. ആ തട്ടിപ്പിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. തട്ടിപ്പ് ആയിരിക്കാം, പക്ഷെ ഇയാളെ കാരണമാണ് എന്റെ കുടി മാറിയത്. അതെനിക്ക് മറക്കാനൊക്കത്തില്ല. അങ്ങനെയുണ്ട്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.